നിങ്ങളെ കല്യാണം കഴിച്ചോളുന്ന ഒരു ഫോൾസ് പ്രോമിസ് തന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതിന് ശേഷവും നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ടുള്ള ആളാണ് നിങ്ങളുടെ ബോയ് ഫ്രണ്ട്. ആൾക്കൊരു 8ന്റെ പണി കൊടുക്കണം നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടോ? എന്നാൽ അതിനൊരു അവസരമുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ നാവിഗേറ്റിംഗ് സെക്ഷൻ ഓഫ് 69 എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാവോ? നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴത്തേക്കും നിങ്ങളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞൊരു ഫോൾസ് പ്രോമിസ് തന്നിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് പോവുകയാണെങ്കിൽ ആൾക്കെതിരെ നിങ്ങൾക്കൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം വരെ ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ ഒരു നിശ്ചിത തുക പെനാൽറ്റിയും കെട്ടിവെക്കേണ്ടതായിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇത്. കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മള് ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും അതൊരു മ്യൂച്വൽ കൺസെന്റിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പം അതൊരിക്കലും നമുക്ക് ഒരു റേപ്പിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ്, ഫിസിക്കൽ റിലേഷൻഷിപ്പ്. പക്ഷെ എന്നാൽ പോലും നമ്മളെ ഒരു വാഗ്ദാനം നൽകി ഫേക്ക് പ്രോമിസ് തന്നിട്ട് പറ്റിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ട് ആണ് അത്. അപ്പം അത് ഉറപ്പായിട്ടും ക്രൈമിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് ഈ ഒരു നിയമം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് പ്രാബല്യത്തിലുള്ളത്. പക്ഷെ ഇതിലേക്ക് പുരുഷന്മാരെയും അതേപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റിനെയും കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ പ്രൊട്ടസ്റ്റ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു നിയമത്തിലേക്ക് പുരുഷന്മാരെയും അതേപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റിനെ ആഡ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബിക്കോസ് സ്ത്രീകളെ പുരുഷന്മാര് മാത്രമല്ല ചതിക്കുന്നത്. ഈ ഒരു വിവാഹ വാഗ്ദാനം നൽകി വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പുരുഷന്മാരെ സ്ത്രീകളും പറ്റിക്കാറുണ്ട്. അപ്പം ബാധിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നിയമം വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇതുപോലെയുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടെങ്കിൽ പോലും ഒരു ഭൂരിഭാഗം പേരുടെയും മെന്റാലിറ്റി എന്ന് പറയണത് എന്നെ പറ്റിച്ചാൽ പോലും ഞാൻ ഒരിക്കൽ സ്നേഹിച്ച ആളല്ലേ, അതുകൊണ്ട് ആളെ എവിടെയായാലും ആരുടെ കൂടെ ആയാലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നതിന്റെ പേരിൽ ആണ് എനിക്ക് തോന്നുന്നു ഒരു 99% ഓഫ് ആൾക്കാർ, നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന ആൾക്കാർ എവിടെയാണെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് അല്ലെ. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ബിക്കോസ് നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നവർക്ക് അതൊരു പ്രശ്നമല്ല, പറ്റിക്കപ്പെടുന്നവരാണ് വിഷമിക്കുന്നത്. ആ വിഷമിക്കുന്നവർ തന്നെ പറ്റിച്ചിട്ട് പോയവരെ അവർക്ക് മാപ്പ് കൊടുക്കുന്നോണ്ടും സഹിക്കുന്നോണ്ടും പൊറുക്കുന്നോണ്ടും ആണ് ഇങ്ങനെ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് അല്ലെ. എന്താ നിങ്ങളുടെ അഭിപ്രായം?